ആക്രമണം കടുപ്പിച്ച ഇറാനും ഇസ്രായേലും. ഇറാനിലെ ഔദ്യോഗിക ടെലിവിഷൻ ചാനലിന് നേരെ ഇസ്രായേൽ ആക്രമണം. തത്സമയ വാർത്താ അവതാരണത്തിനിടെയാണ് ആക്രമണമുണ്ടായത്. നിരവധി മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. ടെഹ്റാനിലെ ജനങ്ങളോട് ഒഴിഞ്ഞു പോകണമെന്ന് ബെന്യാമിൻ നെതന്യാഹു നിർദ്ദേശം നൽകി. ടെൽ അവീവിൽ നിന്ന് ജനങ്ങൾ പിന്മാറണമെന്ന് ഇറാനും ആവശ്യപ്പെട്ടു. یونس شادلو سردبیر گروه دفاعی خبرگزاری صدا و سیما در این چند سال در تمام عملیات‌های وعده صادق جلوه اقتدار ایران و شکست هیمنه رژیم صهیونیستی رو به تصویر کشیدیم. اینجا سازمان صدا و سیما است، مرکز فرماندهی جنگ رسانه ایران. കൂടുതൽ വിവരങ്ങളുമായി അഖില ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുകയാണ്. അഖില, സൂചിപ്പിച്ചതുപോലെ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ഇറാനും ഇസ്രായേലും. ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? ശ്രീജ, നമ്മൾ ആ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ ഇറാന്റെ ദേശീയ ടെലിവിഷനായ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ ബ്രോഡ്കാസ്റ്റിംഗ് അതിനു നേരെയാണ് ഇസ്രായേലിന്റെ ബോംബാക്രമണം ഉണ്ടായത്. ആ ദൃശ്യത്തിൽ കണ്ടതുപോലെ മാധ്യമപ്രവർത്തക വാർത്ത അവതരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബോംബ് വീഴുന്നു. ഒപ്പം വളരെ പെട്ടെന്ന് ആ സ്ത്രീ എഴുന്നേറ്റ് മാറുന്ന നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. പക്ഷേ അതിനുശേഷം അവർ തിരിച്ചെത്തി ഇസ്രായേലിനെ വെല്ലുവിളിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുന്നത് കണ്ടു. ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ആ പിന്നിൽ ഈ സീറ്റിൽ നിന്ന് അവർ ഇറങ്ങിപ്പോകുന്നത്. ഒപ്പം ഈ പൊടിപടലങ്ങളൊക്കെ നിറയുന്നത്, എന്തൊക്കെയോ പേപ്പറൊക്കെ ഇങ്ങനെ കത്തി വീഴുന്നത് ഒക്കെ നമുക്ക് കാണാം. ഒപ്പം തന്നെ അടുത്തൊരു ദൃശ്യത്തിൽ ആ ബിൽഡിംഗ് തന്നെ കത്തുന്നതിൻ്റെ ദൃശ്യങ്ങളും ഒക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഇസ്രായേലിൻ്റെ ശക്തമായ ആക്രമണം ഇറാന് നേരെ നടക്കുന്നു എന്നതിൻ്റെ തെളിവാണിത്. ഒപ്പം തന്നെ ടെഹ്റാനിലെ സൈനിക കേന്ദ്രത്തിലടക്കം ആക്രമണം നടത്തി എന്നുള്ള വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരികയാണ്. ഇതിന് പിന്നാലെ ഇസ്രായേലിൻ്റെ ദേശീയ മാധ്യമങ്ങൾക്ക് നേരെ ആക്രമണം നടത്താൻ ഇറാൻ പദ്ധതി ഇടുന്നുണ്ട് എന്നുള്ള വിവരം ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. നേരത്തെ ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ ടെൽ അവീവ് വിട്ടുപോകാൻ ഇസ്രായേലിലെ ജനങ്ങളോട് ഇറാൻ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് ഗൾഫ് രാജ്യങ്ങളോട് വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് ഇടപെടാനൊരു ആവശ്യം ഇറാൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും ഈ ഘട്ടത്തിൽ പുറത്തു വരികയാണ്. വലിയ സ്ഫോടന ശബ്ദം പലയിടങ്ങളിലും കേൾക്കുന്നുണ്ട് എന്നുള്ള വിവരമാണ് വരുന്നത്. വളരെ ആശങ്കയോടെ ജനങ്ങൾ നോക്കിക്കാണുകയാണ്. പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ പശ്ചിമേഷ്യ ഇങ്ങനെ അശാന്തമായി തുടരുന്നത് ഗൾഫ് രാജ്യങ്ങൾ, അറബ് രാജ്യങ്ങൾ അടക്കം എല്ലാവരും ഉറ്റുനോക്കുന്നതാണ്. ഏത് തരത്തിലാണ് ഈ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ കഴിയുക എന്നുള്ള തരത്തിലുള്ള ചർച്ചകൾ പലയിടത്തും നടക്കുന്നുണ്ട്. ആ ഘട്ടത്തിലാണ് ആക്രമണം കൂടുതൽ ശക്തമാക്കിക്കൊണ്ട് ഇറാനും ഇസ്രയേലും പരസ്പരം പോരടിക്കുന്നത്. ഈ തലസ്ഥാനമായ ടെഹ്റാനിൽ കഴിഞ്ഞ ദിവസം തന്നെ വലിയ ആക്രമണങ്ങൾ പല ഇടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും ആക്രമണം ഉണ്ടാകുന്നത്. നേരത്തെ ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ ആളുകളോട് ഒഴിഞ്ഞു പോകണമെന്ന് ബെന്യാമിൻ നെതന്യാഹു ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെ ആവശ്യപ്പെടാനുണ്ടായ ഒരു സാഹചര്യം തന്നെ ടെഹ്റാനിലെ വ്യോമപരിധി മുഴുവൻ തങ്ങളുടെ കൈപ്പിടിയിലാണ് എന്നുള്ള ഒരു ഇസ്രായേൽ പ്രതിരോധ സേന അത്തരത്തിലൊരു അവകാശവാദം ഉന്നയിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ബെന്യാമിൻ നെതന്യാഹു അത്തരത്തിൽ ആളുകളോട് മാറണം, ശക്തമായ പ്രത്യാക്രമണം ഉണ്ടാകും എന്നുള്ള മുന്നറിയിപ്പ് നൽകുന്നത്. ഈ ഇറാന്റെ ഒരു ഈ ആക്രമണത്തിനും ഒപ്പം ഈ പ്രത്യാക്രമണത്തിനുമൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള മറുപടി നൽകണമെന്ന് നേരത്തെ തന്നെ ഇസ്രായേൽ തീരുമാനിച്ചിരുന്നതാണ്. ആ ഒരു തീരുമാനമാണ് ഇപ്പോൾ നടപ്പാക്കിയത്. ഒപ്പം തന്നെ തിരിച്ചടിക്കാനുള്ള ഒരു നീക്കം ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട് എന്നാണ് ഇറാന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇസ്രായേലിൻ്റെ ദേശീയ മാധ്യമങ്ങൾ അടക്കം ആക്രമിക്കാനുള്ള നീക്കം ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതുപോലെ വലിയ ഡ്രോൺ ആക്രമണങ്ങൾ നടക്കുന്നു. നിരവധി ഡ്രോണുകൾ വരുന്നു, പലതും പരസ്പരം പ്രതിരോധിക്കുന്നു, ചിലതൊക്കെ വീഴുന്നു. 200-ലധികം ആളുകൾ ഈ ഇറാനിൽ ഇതുമായി ബന്ധപ്പെട്ട്, ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ വരുന്നു. അതിൽ 70 സ്ത്രീകളും കുട്ടികളുമാണ് എന്നുള്ള ഏറ്റവും വേദനിപ്പിക്കുന്ന വിവരങ്ങൾ കൂടി പുറത്തേക്ക് വരികയാണ്. അതേസമയം ഇറാന്റെ പ്രത്യാക്രമണത്തിൽ ഏകദേശം 20ഓളം ആളുകൾ ഇസ്രായേലിലും കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചും വലിയ ആശങ്കയോടെ ഈ സമയത്തെ നോക്കിക്കാണുകയാണ്. കാരണം ഇരു രാജ്യങ്ങളിലും നമ്മുടെ ആളുകൾ ധാരാളം ഉള്ളതാണ്. അവർക്ക് ആവശ്യമായ സുരക്ഷ ഒരുക്കാനുള്ള നീക്കങ്ങളാണ് ഇന്ത്യൻ എംബസിയുടെ അടക്കം ഭാഗത്ത് നിന്ന് ഇപ്പോൾ നടക്കുന്നത്. പക്ഷേ എങ്കിൽ കൂടി ഈ ആക്രമണം നേരത്തെ ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ മാധ്യമപ്രവർത്തകരടക്കം നിരവധി പേർ ഇപ്പോൾ അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇനി ആരൊക്കെയാണ് ഈ കൊല്ലപ്പെട്ടവർ എന്ന കണക്കിലുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരേണ്ടതുണ്ട്. പക്ഷേ എങ്കിൽ കൂടി നമ്മുടെ ഇന്ത്യയെ
സംബന്ധിച്ച് വളരെ കരുതലോടെ ഈ ഘട്ടത്തെ നമ്മൾ നോക്കിക്കാണുകയാണ്. പ്രത്യേകിച്ചും G7 ഉച്ചകോടിയിലടക്കം ഈ ഇറാൻ ഇസ്രായേൽ സംഘർഷം വലിയ ചർച്ചയായി വരുന്ന ഒരു ഘട്ടത്തിൽ ഏതൊക്കെ തരത്തിലുള്ള നിലപാടുകളാണ് ലോകരാജ്യങ്ങൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇരു ചേരികളിലായി ലോകരാജ്യങ്ങൾ അണിനിരക്കുന്ന ഒരു കാഴ്ചയായിരിക്കും അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ചും അറബ് രാജ്യങ്ങൾ വലിയ ആശങ്കയോടെ ഈ സമയത്തെ നോക്കിക്കാണുകയാണ്. ഒപ്പം തന്നെ മറ്റു ലോകരാജ്യങ്ങളും ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട സാഹചര്യത്തെ വിലയിരുത്തുന്നുണ്ട്. എണ്ണയടക്കമുള്ള അവശ്യ ഇനങ്ങളിലൊക്കെ വില കൂടാനുള്ള ഒരു സാഹചര്യം സ്വാഭാവികമായും ഈ യുദ്ധസമാനമായ സാഹചര്യം ഉണ്ടാക്കുന്നുണ്ട്. തീർച്ചയായും പശ്ചിമേഷ്യ ഒരു യുദ്ധത്തിലേക്ക് നീങ്ങുകയാണോ എന്നുള്ളൊരു സംശയമാണ് നിലവിൽ ഉയർന്നു വരുന്നത്. പക്ഷേ എന്തൊക്കെയാണെങ്കിലും ആശങ്ക വളരെ കൂടുതലാണ്. ലോകരാജ്യങ്ങൾ ഏത് നിലപാടാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ G7 അടക്കം എടുക്കുക എന്നുള്ള കാര്യത്തിലാണ് ഇനി എല്ലാവരും ഉറ്റുനോക്കുന്നത്. പക്ഷേ എങ്കിൽ കൂടി ഒരു മാധ്യമ സ്ഥാപനത്തെയൊക്കെ ആക്രമിക്കുക എന്നുള്ളത് ഏറ്റവും ദയനീയമായ ഒരു സംഭവം തന്നെയാണ്. ആ സംഭവത്തിൽ നിരവധി മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. തിരിച്ചും ആക്രമണം ഉണ്ടാകുന്നുണ്ട്. മരണം വലിയ തോതിൽ ഉയരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്.